ഫ്രണ്ട്സ്, ലേൺ ഇംഗ്ലീഷ് ഗ്രാമർ വിത്ത് മാധവ് മാഷ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് വാചകങ്ങളിലെ ക്ലോസുകളെ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് ഏത് വാചകമാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് പറഞ്ഞു. ക്ലോസുകളെ സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ 4-5 വാചകം ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിയുകയോ ചെയ്യണമെന്നില്ല. അതേസമയം നമുക്ക് വീണ്ടും ഇത്തരം എക്സാമ്പിളുകൾ എഴുതി കഴിഞ്ഞാൽ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇതിനെ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഒരു വാചകത്തിൽ ക്ലോസ് ഉണ്ടാവാം, ക്ലോസ് ഇല്ലാതെ വാചകമില്ല നമുക്കറിയാം. ഫ്രേസ് ഉണ്ടാവാം, ഫ്രേസും മെയിൻ ക്ലോസും കൂടി സിമ്പിൾ സെൻറ്റൻസ് ഉണ്ടാക്കാം. ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒരു മെയിൻ ക്ലോസും കൂടിയിട്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ഉണ്ടാക്കാം. 2ലധികം മെയിൻ ക്ലോസുകൾ കൂടി കോമ്പൗണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കാം. 2 മെയിൻ ക്ലോസും 1 അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും കൂടിയിട്ട് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ഉണ്ടാക്കാം എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ നിങ്ങൾ വായിക്കുന്ന ഒരു വാചകം, നിങ്ങളെല്ലാവരും ഇപ്പോൾ +1 കഴിഞ്ഞാൽ +2 കാരൊക്കെ എപ്പോഴും ഇംഗ്ലീഷ് വായിക്കുന്നവരാണല്ലോ. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാചകം അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്നൊരു വാചകം ഏത് വാചകമാവണമെന്ന് കണക്കാക്കിക്കൊണ്ട് എഴുതുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ഒരു വാചകം അവസാനിക്കുന്നു, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇത് സിമ്പിൾ സെൻറ്റൻസ് ആണ് അല്ലെങ്കിൽ ഇത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണെന്ന്. അതേസമയം ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതി വന്നാൽ ശരിയായി വാചകം ഉണ്ടാക്കാൻ കഴിയാത്തവരെ ആദ്യം തന്നെ നമ്മൾ എഴുതാൻ പോകുന്ന വാചകങ്ങൾ ഏതായിരിക്കണമെന്ന് തീരുമാനിച്ചിട്ട് വേണം എഴുതാൻ. നിങ്ങളിപ്പോൾ നമ്മുടെ പഠിക്കുന്ന ക്ലാസ്സുകളിൽ ലെസനുകളുണ്ടാവും. ആ ലെസനുകളിൽ ഒരു വാചകം കണ്ടു. ഈ വാചകം കണ്ടിട്ട് +1 ഒരു കുട്ടിയാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ +2 ഒരു കുട്ടിയാണ്. ഒരു വാചകം കണ്ടു. ഈ വാചകം നമ്മൾ നിർത്തി, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ വാചകം നമുക്കറിയാം. അതിൽ ഫ്രേസ് ഉണ്ടോ, ക്ലോസ് ഉണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള പഠനമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഒന്നും എഴുതാൻ കഴിയാത്തത്. പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് പോലും ഒരു വാചകം തെറ്റുകൂടാതെ ഇംഗ്ലീഷ് എഴുതാൻ കഴിയുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കഴിവാണ്. മിക്കവാറും ഒരു കോമ്പോസിഷൻ എഴുതി വരുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ A+ കിട്ടുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ലാംഗ്വേജിലെ എന്താ പ്രത്യേകത വെച്ചാൽ അതിൽ പൂർണ്ണമായി മാർക്ക് കൊടുക്കാൻ സാധിക്കില്ല. ഗ്രാമറിന് പൂർണ്ണ മാർക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിലും ഒരു കോമ്പോസിഷന് നമ്മൾ എങ്ങനെയാണ് 10ൽ 10 മാർക്ക് കൊടുക്കുക? ഒന്നാമത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക്, രണ്ടാമത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, മൂന്നാമത് കൺസ്ട്രക്ഷനിലുള്ള പ്രശ്നം, മൂന്നാമത് പറയുന്ന വാചകങ്ങളുടെ ഡെപ്ത്ത്. ചിലർക്ക് ബെസ്റ്റ് ലാംഗ്വേജ്, നല്ല ലാംഗ്വേജിൽ എഴുതുന്ന കുട്ടികളുണ്ട്. സിമ്പിൾ ലാംഗ്വേജിൽ, ലളിതമായ ഭാഷയിൽ എഴുതിയാലും നല്ലത് തന്നെയാണ്. പക്ഷെ അതിന് ഈ നല്ല ലാംഗ്വേജിൽ എഴുതുന്നവരുടെ മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഗോദ്രേജ് പൂട്ടിന് കിട്ടുന്ന വില സാധാരണ ലോക്കൽ പൂട്ടിന് കിട്ടുമോ? എന്നാൽ ലോക്കൽ പൂട്ട് ഗോദ്രേജ് പൂട്ടിനേക്കാൾ നല്ല പൂട്ടായിരിക്കാം. ലോക്ക് സെറ്റ് നമുക്കറിയാം. അപ്പോൾ അതിന് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇംഗ്ലീഷിലൊന്നും A+ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. A+ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചർമാരോട് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച പല കുട്ടികളും +1ലും +2നും പേപ്പർ വാല്യുവേഷൻ ചെയ്തിട്ട് ആൾക്കാരുണ്ട്. അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നിങ്ങൾ A+ കൊടുക്കുന്നത്? എല്ലാവരും കൊടുക്കണു, 10ാം ക്ലാസ്സിലും കൊടുക്കണു A+, അപ്പം ഞങ്ങളും കൊടുക്കണു. എനിക്കത് വളരെ സിമ്പിളായിട്ടുള്ള ആൻസറായിട്ട് തോന്നിയത്. അതൊരു നല്ല ആൻസർ അല്ല. അപ്പോൾ കുട്ടിയൊരു കോമ്പോസിഷൻ ഇതൊക്കെ പറഞ്ഞാൽ നല്ല നല്ല വാചകങ്ങൾ തിരിച്ചറിഞ്ഞ് നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ചില വാക്കുകൾ നമുക്ക് എടുത്താൽ പൊന്താത്ത പോലത്തെ വാക്കുകളുണ്ട്. അത്ര ഗാഹ്യമായ ഡീപ്പായിട്ടുള്ള അർത്ഥമുള്ള വാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് കോമ്പോസിഷൻ എഴുതുന്നവരുണ്ട്, ഉപന്യാസങ്ങൾ എഴുതുന്നവരുണ്ട്, അതേസമയം സിമ്പിൾ ലാംഗ്വേജിൽ എഴുതുന്നവരുണ്ട്. അപ്പോൾ അതിന് മാർക്ക് കിട്ടില്ല അതല്ല ഞാൻ പറയണത്. ഇപ്പോൾ ശശി തരൂരിൻ്റെ ഇംഗ്ലീഷ് ആയിരിക്കില്ല മറ്റൊരു പ്രൊഫസർ പറയുന്ന ഇംഗ്ലീഷ്. അത് വെച്ചാൽ അത് മോശമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആയതുകൊണ്ട് വാചകങ്ങൾ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വായിക്കുന്ന ഇംഗ്ലീഷ് വാചകങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ കണ്ടെത്തുക. ഫ്രേസ് ഉണ്ടോ, ക്ലോസ് ഉണ്ടോ, അല്ലെങ്കിൽ എത്ര ക്ലോസ് ഇതിലുണ്ട്, തെറ്റിക്കോട്ടെ നിങ്ങൾ വേർതിരിക്കുമോ, സെപ്പറേറ്റ് ചെയ്യുമോ ക്ലോസുകളും ഫ്രേസിലെയും. അങ്ങനെ ഒരു പാരഗ്രാഫിൽ ഒരു 5 വാചകം ഉണ്ടെങ്കിൽ ഈ 5 വാചകത്തിൽ നിങ്ങളൊന്ന് തിരിക്കുക.
ഇങ്ങനെ തരം തിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇന്നതാണ്. ഇത് ഒരു നിങ്ങൾ ചിലപ്പോൾ ഫ്രേസിനെ നമ്മൾ ക്ലോസ് ആക്കിയിട്ട് എഴുതുന്നുണ്ടാവും. പിന്നീട് നോക്കുക ഇതിൽ വെർബ് ഏതാണ്, പ്രെഡിക്കേറ്റ് പാർട്ട് ഏതാണ്, ഈ പ്രെഡിക്കേറ്റ് പാർട്ടിൽ പൂർണ്ണക്രിയ ഉണ്ടോ, പൂർണ്ണക്രിയ ഇല്ലെങ്കിൽ ഞാൻ എഴുതിയ തെറ്റാണ്. പൂർണ്ണക്രിയ ഇല്ലാത്ത ഒരു കൂട്ടം പദങ്ങൾ ഫ്രേസാണ്. പൂർണ്ണക്രിയയുള്ള ആ പൂർണ്ണക്രിയ തന്നെ ഏത് ടെൻസാണ്. 20 ടെൻസ് നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്. 12 ആക്റ്റീവും 8 പാസീവും എഴുതി പഠിച്ചിട്ടുണ്ട്. അതിൽപ്പെടുന്ന നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ച അതിൽപ്പെടുന്ന ഏത് പ്രെഡിക്കേറ്റ് ആണ് ഇതിലുള്ളത്, ഏത് ടെൻസാണ് ഇത്. ടെൻസ് എന്ന് വിളിക്കാൻ പറ്റില്ലാത്ത വെർബ് രൂപങ്ങളെ അപൂർണ ക്രിയകളാണ്, അത് ഫ്രേസായിട്ടേ വരുള്ളൂ. അതിന് നമുക്ക് ക്ലോസ് ആക്കണമെങ്കിൽ അപൂർണ ക്രിയേനെ പൂർണ്ണക്രിയയാക്കി മാറ്റണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പാരഗ്രാഫ്, ഒരു വാചകം എടുത്ത് അതിനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം മുഴുവൻ ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പദക്രമങ്ങളനുസരിച്ച് അത് ഏത് വാചകമാണെന്ന് കണ്ടെത്തുക, ഈ വാചകത്തിൽ പാർട്സ് ഓഫ് സ്പീച്ചിൽ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തുക, അതിന് പുറമെ ക്ലോസുകളുടെ ഘടനയനുസരിച്ച് അതിൽ എന്തൊക്കെ ഉണ്ടെന്ന്, എത്ര ക്ലോസുകളുണ്ടെന്ന് കണ്ടെത്തുക, ആ ക്ലോസുകളുടെ ഘടനയനുസരിച്ച് അത് എന്ത് വാചകമാണെന്ന് കണ്ടെത്തുക. ഇതൊക്കെ നമ്മൾ ഓരോ വാചകം എടുത്ത് ഇങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്വപ്നലോകത്ത് ചെന്നിരിക്കും. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിടന്നുറങ്ങിയാൽ പോലും നമുക്ക് ആ വാചകത്തിനെ കുറിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് ആ കിടന്നുള്ള ചിന്തയിൽ നിന്ന് തന്നെ നമുക്ക് ആ വാചകത്തിൽ വരെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഈ വാചകത്തിനെ കുറച്ചുകൂടി ബെറ്ററാക്കി എഴുതാൻ എന്ത് ചെയ്യണം എന്ന് പോലും നമ്മൾ കണ്ടെത്തും. ആയതുകൊണ്ട് ഓരോ വാചകം പഠിക്കുമ്പോഴും, നിങ്ങൾ സ്കൂളിലെ ഓരോ വാചകം പഠിക്കുമ്പോഴും നിങ്ങൾ ഈ പറയുന്ന ഞാൻ പറഞ്ഞു തരുന്ന ഈ ഫ്രേസും ക്ലോസുകളും തിരിച്ചറിയാൻ ശ്രമിക്കുക. അറിയില്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പോയി ചോദിക്കുക. ടീച്ചർമാർക്ക് പലർക്കും ഇത് അറിയാം, അവർ പറഞ്ഞിട്ടുണ്ടാവില്ല, കാരണം പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞതുകൊണ്ടാവാം. സംശയം കരയുന്ന കുട്ടിക്കല്ലേ പാല് കിട്ടുക. നിങ്ങൾ പോയി ചോദിക്കണം. ഇൻ്റർവെൽ സമയത്ത് ക്ലാസ് റൂം സ്റ്റാഫ് റൂമിൽ പോകണം, അവരോട് ചോദിക്കണം. മനസ്സിലായില്ലേ? അവർ പറഞ്ഞു കേട്ട് വരികയല്ല ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഓരോ വാചകം എടുക്കുക, ഈ വാചകത്തിൽ ഏത് ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിൽ പാർട്സ് ഓഫ് സ്പീച്ചിൽ ആരൊക്കെ ഉണ്ടെന്ന് കഴിയാവുന്നത്ര കണ്ടെത്തുക. എല്ലാതും കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. അതുപോലെ ക്ലോസുകളുണ്ടോ, ഫ്രേസുകളുണ്ടോ, മെയിൻ ക്ലോസ് ആണോ സബോർഡിനേറ്റ് ക്ലോസ് ആണോ, അതൊക്കെ കഴിഞ്ഞാൽ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും തിരിച്ചറിയാൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സബോർഡിനേറ്റ് ക്ലോസുകൾ 3 തരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വർബിയൽ ക്ലോസ്. അത് ഏത് ക്ലോസിൻ്റെ പ്രവൃത്തിയാണോ ആ ക്ലോസ് ചെയ്യുന്നത്, സബോർഡിനേറ്റ് ക്ലോസ് ഏതിൻ്റെ പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് പേര് വിളിക്കും. അതാണ് അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വർബിയൽ ക്ലോസ്, നൗൺ ക്ലോസ്. അതുകൂടി നമുക്ക് പഠിക്കാം. പക്ഷേ അത് അവിടെ ഇരിക്കട്ടെ, അത് കുറച്ച് ബുദ്ധിമുട്ട് വരും. അതിന് മുമ്പായിട്ട് സബോർഡിനേറ്റ് ക്ലോസും മെയിൻ ക്ലോസും തിരിച്ചറിയുക, വാചകങ്ങളെ കണ്ടെത്തുക. ഇതാണ് നമുക്ക് തുടർച്ചയായി ചെയ്യേണ്ടത്. കാണുന്ന വാചകം, ന്യൂസ് പേപ്പർ എടുത്തോളോ, അതിൽ വാചകം എടുക്കുക. ടെക്സ്റ്റ് പുസ്തകം എടുത്തോളോ, അതിലത്തെ വാചകങ്ങൾ ഓരോന്നും എടുക്കുക. ഒരു പാരഗ്രാഫ് ഒരു ദിവസം ചെയ്താൽ മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാചകത്തെക്കുറിച്ച് രസകരമായ, വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു പുസ്തകം കിട്ടിയാൽ മതി, ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു വാചകം കിട്ടാൻ വേണ്ടി കാത്തിരിക്കും നിങ്ങൾ. ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ നിങ്ങൾക്ക് സഹായത്തിനായിട്ട് ഇവിടെ 4 വാചകം തന്നിട്ടുണ്ട്. ആ 5 വാചകം തന്നിട്ടുണ്ട്. ഈ 5 വാചകത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. രാമ സെഡ് ദാറ്റ് ഹി വാസ് ടയേർഡ്. അതിൽ രാമ എന്നുള്ളത് സബ്ജക്റ്റാണ്, സെഡ് എന്നുള്ളത് വെർബാണ്. അപ്പം രാമ സെഡ്, രാമൻ പറഞ്ഞു. ഒറ്റയ്ക്ക് നിൽക്കുമോ ഇല്ലേ? ഇത് ഒറ്റയ്ക്ക് നിൽക്കും. ഇനി അവിടെ നിന്ന് തൊട്ട് അപ്പോൾ ഒരു മെയിൻ ക്ലോസ് ആയി. എന്തെന്നാൽ അവൻ ക്ഷീണിതനായിരുന്നു, അത് ഒറ്റയ്ക്ക് നിൽക്കുമോ? എന്തെന്നാൽ അവൻ ക്ഷീണിതനായിരുന്നു എന്നുള്ള ഒറ്റയ്ക്ക് നിൽക്കില്ല. ആയതുകൊണ്ട് ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഈ സബോർഡിനേറ്റ് ക്ലോസ് മെയിൻ ക്ലോസുമായിട്ട് ബന്ധപ്പെടുന്നത് ദാറ്റ് എന്നുള്ള കൺജങ്ഷൻ കൊണ്ടാണ്. ആയതുകൊണ്ട് തന്നെ ദാറ്റ് എന്ന് പറയുന്ന ഈ പദം ഈസ് എ സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ ദാറ്റ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദാറ്റ് എന്നുള്ള സബ്ജക്റ്റ് നൗണായിട്ട് ഉപയോഗിക്കുന്നത് അത് എന്നുള്ളതല്ല. എന്തെന്നാൽ എന്നതിൻ്റെ അർത്ഥം രാമ സെഡ്, എന്തെന്നാൽ അവൻ ക്ഷീണിതനായിരുന്നു. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. വാസ് പ്ലസ് അഡ്ജക്റ്റീവ് ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പം മെയിൻ ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ് ആയതുകൊണ്ട് രാമ സെഡ് മെയിൻ ക്ലോസ്, ദാറ്റ് ഹി വാസ് ടയേർഡ് സബോർഡിനേറ്റ് ക്ലോസ്. കോംപ്ലക്സ് സെന്റൻസ്, ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും കൂടിയാൽ കോംപ്ലക്സ് സെന്റൻസ്. അടുത്ത സെന്റൻസ്, വേറെവർ ഐ വെന്റ്, എവിടെയെല്ലാം ഞാൻ പോയി. ഒറ്റയ്ക്ക് നിൽക്കുമല്ലേ? ഞാൻ പോയി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കും. വേറെവർ ഐ വെന്റ് ഒറ്റയ്ക്ക് നിൽക്കില്ല. ഐ സോ ബെഗേഴ്സ്, ഞാൻ ഭിക്ഷക്കാരെ കണ്ടു, അത് ഒറ്റയ്ക്ക് നിൽക്കും. ഇത് മെയിൻ ക്ലോസ് ആണ്. ഇതാ വേറെവർ ഐ വെന്റ്
സബോർഡിനേറ്റ് ക്ലോസ് എസ് എന്ന് എഴുതിയത് അതാണ്. ഐ സോ ബെഗേഴ്സ് എം സി മെയിൻ ക്ലോസ്. ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒരു മെയിൻ ക്ലോസും കൂടിയാൽ അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ കൺജങ്ഷൻ ഏതാ? ഇത് മെയിൻ ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസിനെയും മെയിൻ ക്ലോസിനെയും കൂട്ടുന്ന കൺജങ്ഷൻ ഏതാ? വേറെവർ. എവിടെയെല്ലാം ഞാൻ പോയോ, ഞാൻ അവിടെ ഭിക്ഷക്കാരെ കണ്ടു. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ. ഈ മെയിൻ ക്ലോസിന് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അടുത്തത് മൂന്നാമത്തെ, ഹാവിങ് ബീൻ അറസ്റ്റഡ്. അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട്. ഇവിടെ സബ്ജക്റ്റിനെ കാണാനില്ല, പ്രെഡിക്കേറ്റും ഇല്ല. കാരണം എന്താ അറിയുമോ? ഹാവിങ് പ്ലസ് ബീൻ പ്ലസ് V3 എന്ന് പറയുന്നത് ഒരു അപൂർണ ക്രിയയാണ്. ആയതുകൊണ്ട് ഇതൊരു ഫ്രേസാണ്. ഇതിനെ നമ്മൾ 20 ടെൻസ് പഠിച്ച ഏത് ടെൻസിൽ ഇതിനെ പെടുത്താൻ പറ്റും? ഒന്നിനും പെടുത്താൻ പറ്റില്ല. ആയതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ടെൻസ് അല്ല, പഠിക്കാത്തതുകൊണ്ടല്ല, 20 ടെൻസിൽ പെടാത്തത് കൊണ്ട് ഈ പ്രെഡിക്കേറ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് പാർട്ട് അല്ല, ഫ്രേസ് ആണിത്, പൂർണ്ണക്രിയ അല്ല. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഹാവിങ് ബീൻ പ്ലസ് V3 കാണുമ്പോൾ അത് ഫ്രേസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ വാസ് ടേക്കൺ ടു ദ പോലീസ് സ്റ്റേഷൻ. അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. വാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, സിമ്പിൾ പാസ്റ്റ് പാസീവ് ആണ് ഇവിടെ ഈ വെർബ്. അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള ഒറ്റയ്ക്ക് നിൽക്കില്ല, നിൽക്കും. അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ടെന്നുള്ളതോ അത് ക്ലോസ് അല്ല, ഫ്രേസ് ആണ്. ഒരു ഫ്രേസും ഒരു മെയിൻ ക്ലോസും സിമ്പിൾ സെന്റൻസ്, ദ ഫ്രേസ്. ഇനി ഇതുപോലെ കാണുമ്പോൾ ഫ്രേസ് ആണ് മനസ്സിലാക്കുക. ഹി വാസ് ടേക്കൺ ടു ദ പോലീസ് സ്റ്റേഷനിൽ മെയിൻ ക്ലോസ്, സിമ്പിൾ സെന്റൻസ്. 4, ഹി വാസ് അറസ്റ്റഡ്. അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് ടേക്കൺ എന്ന് പറഞ്ഞാൽ ഹി വാസ് ടേക്കൺ എന്നിട്ട് വരും. അതാണ് ഒരു പ്രത്യേകത. ആൻഡ് വെക്കുമ്പോൾ കോർഡിനേറ്റീവ് കൺജങ്ഷനാണ് വരിക. അപ്പോൾ ഹി വാസ് എന്ന സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കിട്ടും. ഹി വാസ് ടേക്കൺ ടു ദ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഹി വാസ് അറസ്റ്റഡ്, അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു, പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. 2 മെയിൻ ക്ലോസ്. ആൻഡ് എന്നുള്ള കൺജങ്ഷൻ കോർഡിനേറ്റീവ് ആണ്, ആയതുകൊണ്ട് മെയിൻ ക്ലോസിനെ കൂട്ടാനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ടേക്കൺ എന്നുള്ള V3 മാത്രം ഉള്ളെങ്കിലും ഹീയും വാസും ഇങ്ങോട്ട് വരും. ആൻഡ് വെക്കുമ്പോൾ അതാണ് കാരണം. ഹീയും വാസും ഇങ്ങോട്ട് വരും. ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറയും ഹി വാസ് അറസ്റ്റഡ്, ഫുൾ സ്റ്റോപ്പ്. ഹി വാസ് ടേക്കൺ ടു ദ പോലീസ് സ്റ്റേഷൻ. അതാണ് ആൻഡ് വെച്ച് കൂട്ടിയത്. ആൻഡ് എന്നുള്ള കോർഡിനേറ്റീവ് കൺജങ്ഷൻ. ഹി വാസ് അറസ്റ്റഡ് മെയിൻ ക്ലോസ്, ആൻഡ് എന്നുള്ള കൺജങ്ഷൻ. ആൻഡ് വാസ് ആൻഡ് ടേക്കൺ എന്ന് പറഞ്ഞ അർത്ഥം ഇത് ഇവിടെ ഉണ്ട്, അണ്ടർസ്റ്റുഡ് ആണ്. ഹി വാസ് ടേക്കൺ ടു ദ പോലീസ് സ്റ്റേഷൻ മെയിൻ ക്ലോസ്. അതുകൊണ്ട് 2 മെയിൻ ക്ലോസ് ഉള്ളതുകൊണ്ട് കോമ്പൗണ്ട് സെന്റൻസ്. അടുത്തത്, വെൻ ഹി വാസ് അറസ്റ്റഡ്. അവനെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ. ഹി വാസ് ടേക്കൺ ടു ദ പോലീസ് സ്റ്റേഷൻ ആൻഡ് ക്വസ്റ്റ്യൻ. അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. ആൻഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ഹി വാസ് എന്നുള്ള വെർബും എടുക്കണം, സബ്ജക്റ്റും വെർബും. ഹി വാസ് ക്വസ്റ്റ്യൻ, ചോദ്യം ചെയ്യപ്പെട്ടു പോലീസുകാരാൽ, പാസീവാണ്. വെൻ ഹി വാസ് അറസ്റ്റഡ്, അവനെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കില്ല, സബോർഡിനേറ്റ് ക്ലോസ്. ഹി വാസ് ടേക്കൺ, അവനെ കൊണ്ടുപോകപ്പെട്ടു ടു ദ പോലീസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകപ്പെട്ടു, ഒറ്റയ്ക്ക് നിൽക്കും. ഹി വാസ് ക്വസ്റ്റ്യൻ, അവനെ ചോദ്യം ചെയ്യപ്പെട്ടു, അത് ഒറ്റയ്ക്ക് നിൽക്കും. 2 മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉള്ളത് കൊണ്ട് ഇതൊരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഇത്ര 5 വാചകം കൂടി ഉണ്ട്. ഇത് നല്ലപോലെ വീട്ടിൽ ഒന്ന് എഴുതി പഠിക്കുക. വീട്ടിലിരുന്ന് 2 പ്രാവശ്യം ഓരോ വാചകം എഴുതി പഠിക്കുക. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ നിങ്ങൾ നടത്തുക. കൺഫ്യൂഷൻ ഉണ്ടാവും, പേടിക്കേണ്ട. അടുത്ത ക്ലാസ്സിൽ ഇതുപോലുള്ള എക്സാമ്പിളുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് തോന്നും. ആവർത്തിച്ച് പഠിച്ചാൽ ഇത് മാറും, ആ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഓരോ വാചകം എഴുതുമ്പോഴും നമുക്കൊരു അനുഭൂതിയാണ് ഉണ്ടാവുക. സ്വന്തമായിട്ടൊരു വാചകം എഴുതിയുണ്ടാക്കി കേടില്ലാണ്ട് കിട്ടുമ്പോൾ ഒരു ചെടി നട്ടു വളർത്തി അതുമേ ഒരു ഫലം ഉണ്ടാവുന്നതിൻ്റെ അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുക. അതിലുള്ളൊരു സുഖം വേറെയാണ്. അപ്പോൾ കൂടുതൽ ഇന്ന് പറയുന്നില്ല, ഇന്നിവിടെ ക്ലാസ് നിർത്തുകയാണ്. എൻ്റെ ക്ലാസ് കേട്ടവർക്കെല്ലാം നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്നവർക്ക് ഷെയർ ചെയ്യുക, കൂടുതൽ പഠിക്കുക. താങ്ക് യു.